സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. ഇടുക്കി രൂപത മാതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഫെസ്തും വെർബി വചന മഹാസംഗമം വിശ്വാസത്തിന്റെ നേർസാക്ഷ്യമായി. മാതൃവേദിയുടെ നേതൃത്വത്തിൽ ഏതാനും വർഷങ്ങളായി നടത്തിവന്ന ബൈബിൾ കയ്യെഴുത്തിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കാളികളായത്. കുട്ടികൾ, യുവജനങ്ങൾ, മാതാപിതാക്കൾ ഉൾപ്പെടെ 2000-ഓളം പേർ കഴിഞ്ഞ വർഷം ഇതിൽ പങ്കാളികളായിരുന്നു. ശാരീരിക ന്യൂനതയുള്ളവരും ഈ വർഷം നടത്തിയ ബൈബിൾ കയ്യെഴുത്തിന്റെ ഭാഗമായി മാറി. തങ്ങൾ പകർത്തിയെഴുതിയ ബൈബിളുമായി 1000 ഏക്കർ സെന്റ് തോമസ് പള്ളിയിൽ നിന്നും ഭക്തിസാന്ദ്രമായ പ്രദക്ഷിണത്തോടെയാണ് ഇടുക്കി ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേലിനൊപ്പം ഇവർ സമ്മേളന വേദിയിൽ എത്തിയത്. ബൈബിൾ പ്രതിഷ്ഠയ്ക്ക് വികാരി ജനറൽ മോൻസിഞ്ഞൂർ ജോസ് പ്ലാച്ചിക്കൽ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന സമ്മേളനം ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. ക്രൈസ്തവർ പാവനമായി ആചരിച്ചു വരുന്ന ദുഃഖ്രാന ദിനമായ ജൂലൈ 3 അവധി ദിനമായി പ്രഖ്യാപിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് കാഞ്ഞിരപ്പള്ളി രൂപതാ സമിതി യോഗം ആവശ്യപ്പെട്ടു. ജൂലൈ 3 അഫിലിയേറ്റഡ് കോളേജുകളിൽ വിവിധ കോഴ്സുകളുടെ റെഗുലർ സപ്ലിമെന്ററി പരീക്ഷകൾ നടത്തുന്നതിന് കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികൾ തയ്യാറെടുക്കുകയാണ്. ക്രൈസ്തവ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ജീവനക്കാരുടെയും മതപരമായ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഈ നടപടി പ്രതിഷേധാർഹമാണെന്നും ജൂലൈ 3 നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കാത്തലിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ നൽകപ്പെടുന്ന 18ാമത് ജോൺ പോൾ പാപ്പ പുരസ്കാരം സമർപ്പണവും അനുസ്മരണ സമ്മേളനവും മാമൻ മാപ്പിള ഹാളിൽ നടന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. ബസേലിയോസ് മാർ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ അധ്യക്ഷത വഹിച്ചു. മതങ്ങളും സഭകളും തമ്മിൽ സാഹോദര്യം പുലർത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കാതോലിക്ക ബാവ പറഞ്ഞു. ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള, കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, പുതുക്കാട് പ്രചോദി നികേതൻ കോളേജ് സ്ഥാപക ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഹർഷജൻ പഴയാറ്റിൽ, കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സർജിക്കൽ ഓങ്കോളജിയിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ജോജോ വി ജോസഫ്, കോട്ടയം പൂവന്തുരുത്ത് തിരുഹൃദയ കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ സിസ്റ്റർ ആലീസ് മണിയങ്ങാട്ട്, കാരിത്താസ് ആശുപത്രിയിലെ സീനിയർ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ദീപക് ഡേവിഡ്സൺ എന്നിവർക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. രാജ്യത്തെ ഏറ്റവും ഉന്നതമായ പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ പോലും ചോരുന്നത് അത്യന്തം അപലനീയവും പൊറുക്കാനാവാത്ത തെറ്റുമാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി അതിരൂപത. വിഷയത്തിൽ സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നും കത്തോലിക്ക കോൺഗ്രസ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നെടുംകുന്നത്ത് യൂണിറ്റ് പ്രസിഡന്റ് AJ ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല ഉദ്ഘാടനം ചെയ്തു. ഫൊറോന വികാരി ഫാദർ വർഗീസ് കൈതപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണവും അതിരൂപത പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ പടിഞ്ഞാറെ വീട്ടിൽ മുഖ്യപ്രഭാഷണവും നടത്തി. ജീസസ് യൂത്തിന്റെ പ്രസിദ്ധീകരണമായ കെയറോസ് ഗ്ലോബലിന് കത്തോലിക്ക മാധ്യമ രംഗത്ത് അന്തർദേശീയ തലത്തിലുള്ള മികവിനുള്ള CMA പുരസ്കാരങ്ങൾ ലഭിച്ചു. പ്രയർ ആൻഡ് സ്പിരിച്വാലിറ്റി മാഗസിൻ വിഭാഗത്തിൽ ബെസ്റ്റ് ഫീച്ചർ ആർട്ടിക്കിൾ വിഭാഗത്തിൽ കെയറോസ് ഗ്ലോബലിലെ ഫീച്ചറുകൾ ഒന്നാമതെത്തി. ബെസ്റ്റ് ലേഔട്ട് ഓഫ് ആൻ ആർട്ടിക്കിൾ, ബെസ്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് മാരേജ് വിഭാഗങ്ങളിലും കെയറോസിന് പുരസ്കാരമുണ്ട്. മാഗസിൻ ഓഫ് ദി ഇയർ, മിഷൻ മാഗസിനുകൾ വിഭാഗങ്ങളിൽ കെയറോസ് ഗ്ലോബൽ പ്രത്യേക ജൂറി പരാമർശം നേടി. അമേരിക്കയിലെ അറ്റ്ലാന്റയിൽ നടന്ന കാത്തലിക് മീഡിയ കോൺഫറൻസിലാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ധന്യൻ ആർച്ച് ബിഷപ്പ് ഗീവർഗീസ് മാർ ഇവാനിയോസ് വലിയ മെത്രാപ്പോലിത്തായുടെ 71ാം ഓർമ്മ പെരുന്നാൾ പട്ടം സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പാർക്കിയൽ കത്തീഡ്രലിൽ 2024 ജൂലൈ 1 മുതൽ 15 വരെ നടത്തപ്പെടും. ജൂലൈ 15-ന് പരമാധ്യക്ഷൻ കർദിനാൾ മോറോൻ മാർ ബസേലിയോസ് ക്ലീമീസ് ബാവ തിരുമേനിയുടെ നേതൃത്വത്തിൽ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ മലങ്കര സുറിയാനി കാതോലിക്ക സഭയിലെ അഭിവന്യ പിതാക്കന്മാരും വൈദികരും സഹകാർമ്മികത്വം വഹിക്കും. സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവ് മാർ ഇവാനിയോസ് വലിയ മെത്രാപ്പോലിത്തയുടെ 71ാം ഓർമ്മ പെരുന്നാളിൽ മുഖ്യാതിഥിയാകും. ജൂലൈ 3 നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന പൊതുപരീക്ഷകൾ മാറ്റിവെക്കണമെന്ന ആവശ്യവുമായി സിറോ മലബാർ യൂത്ത് മൂവ്മെന്റ്
ജനാധിപത്യ രാജ്യത്ത് ഒരു സമുദായത്തിന്റെ അവകാശങ്ങൾക്കും ആചാരങ്ങൾക്കും വില നൽകാതെ അടിച്ചമർത്തപ്പെടുന്നത് ചോദ്യം ചെയ്യാൻ ആളില്ല എന്ന് കരുതിയാണെങ്കിൽ അത് മിഥ്യാധാരണയാണെന്നും അതിന് മാറ്റമുണ്ടാവണമെന്നും SMYM സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അലക്സ് തോമസ് പുളിമുട്ടിൽ അറിയിച്ചു. ഇന്നലെ ഓൺലൈനിൽ കൂടിയ സംസ്ഥാന സമിതിയാണ് പ്രതിഷേധം അറിയിച്ചത്. യോഗത്തിൽ സംസ്ഥാന ഡയറക്ടർ ഫാദർ ജേക്കബ് ചക്കാത്തറ, ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാം സണ്ണി, ജനറൽ സെക്രട്ടറി അഖിൽ ചാലിൽ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതീക്ഷ രാജ്, അലൻ ജോളി, ആഗി മരിയ, അനു മരിയ, നിഖിൽ ഫ്രാൻസിസ്, അഡ്വക്കേറ്റ് സ്റ്റെഫി കെ റെജി, രേഷ്മ ദേവസ്യ എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് രൂപത വയനാട് മേഖലാതല മതബോധന വാർഷികം ആഘോഷിച്ചു. കൽപ്പറ്റ തിരുഹൃദയ ദേവാലയത്തിൽ നടന്ന വാർഷികാഘോഷം കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്തു. തിരുഹൃദയ ദേവാലയ വികാരി ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട്ട് അധ്യക്ഷത വഹിച്ചു. രൂപതാതല സ്കോളർഷിപ്പ് പരീക്ഷയിൽ റാങ്കുകൾ നേടിയ കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും സമ്മേളനത്തിൽ ആദരിച്ചു. മതബോധന ഡയറക്ടർ ഫാദർ മേജോ ജോസ് നേതൃത്വം നൽകിയ ചടങ്ങിൽ 10, 11, 12 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഡോക്ടർ അലക്സിസ് ജോർജ് ബോധവൽക്കരണ ക്ലാസ് നടത്തി. സിറോ മലബാർ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ധന്യരുടെയും ദൈവദാസരുടെയും ജീവിതത്തെ ആസ്പദമാക്കി മാണ്ഡ്യ രൂപത സെന്റ് തോമസ് ഫൊറോന പള്ളിയും ധർമ്മപുരം രൂപത തീർത്ഥാടന കേന്ദ്രവും സംയുക്തമായി എല്ലാ ഇടവകാംഗങ്ങൾക്കുമായി ഇന്റർ യൂണിറ്റ് നസ്രാണി ലൈഫ് സ്റ്റൈൽ മത്സരം സംഘടിപ്പിച്ചു. വികാരി ഫാദർ ആൻഡോ കാഞ്ഞിരത്തിങ്കൽ CMI, സഹവികാരിമാരായ ഫാദർ നിബിൻ മുണ്ടുനടയ്ക്കൽ CMI, ഫാദർ ജെറി കൈലാത്ത് CMI, ചീഫ് ട്രസ്റ്റി ബിജു ജോർജ്, ഓർഗനൈസിംഗ് കമ്മിറ്റി മെമ്പർ വിജീഷ് ലാസർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. യൂണിറ്റുകൾ വിശുദ്ധ ചാവറ കുര്യാക്കോസ്, വിശുദ്ധ അൽഫോൻസാമ്മ, വിശുദ്ധ ഏവു പ്രാസ്യാമ്മ, വിശുദ്ധ മറിയം ത്രേസ്യ, വാഴ്ത്തപ്പെട്ട റാണി മരിയ, വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ, ഫാദർ ജോസഫ് വിധേയത്തിൽ, ഫാദർ മാത്യു കദളിക്കാട്ട്, ഫാദർ വർഗീസ് പയ്യപ്പള്ളി, ബിഷപ്പ് മാത്യു കാവുകാട്ട്, ബിഷപ്പ് തോമസ് കുരിയാലച്ചേരി, ഫാദർ പുത്തൻപറമ്പിൽ തോമാച്ചൻ, ഫാദർ കനീസിയസ് തെക്കേക്കര CMI എന്നിവരുടെ ജീവിതം ടാബ്ലോ രൂപത്തിൽ അവതരിപ്പിച്ചു. എല്ലാ കുട്ടികൾക്കും ഇടവകാംഗങ്ങൾക്കും ഇത് ഒരു വിഷ്വൽ കാറ്റക്കിസമായിരുന്നു. സീറോ മലബാർ സഭയുടെ അനുഗ്രഹീതമായ ജീവിതങ്ങളെ അറിയാനും ഇത് സഹായിച്ചു. വിജയികൾക്ക് ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. അക്സെപ്റ്റ് പുന്നപ്രയുടെയും ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തി. ചങ്ങനാശ്ശേരി അസംഷൻ കോളേജ് വിദ്യാർത്ഥികളാണ് നേതൃത്വം നൽകിയത്. പുന്നപ്ര സെന്റ് ഗ്രിഗോറിയോസ് കോളേജ്, പറവൂർ, ആലപ്പുഴ എന്നിവിടങ്ങളിൽ ലഹരി വിരുദ്ധ തെരുവു നാടകവും അവതരിപ്പിച്ചു. വിദ്യാർത്ഥികളിലും യുവാക്കളിലും ലഹരിക്കെതിരെ ശക്തമായ അവബോധം ഉളവാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ബോധവത്കരണ പരിപാടികൾ അവതരിപ്പിച്ചത്. കുളത്തുവയിൽ വിമലാലയം കോൺവെന്റിൽ MSMI സന്യാസി സമൂഹത്തിന്റെ നേതൃത്വത്തിൽ ജീവധാര സെന്റർ ഫോർ കൗൺസിലിംഗ് ആൻഡ് ഫിസിയോതെറാപ്പി പഞ്ചായത്ത് പ്രസിഡന്റ് K. സുനിൽ ഉദ്ഘാടനം ചെയ്തു. ആർച്ച് ബിഷപ്പ് എമറിറ്റസ് മാർ ജോർജ് ഞരളക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ചക്കിട്ടപ്പാറ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EM ശ്രീജിത്ത്, MSMI ജീവധാര കൗൺസിലിംഗ് സെന്റർ പ്രസിഡന്റ് മദർ LC വടക്കേമുറി, സിസ്റ്റർ സോജു ജോൺ, കുളത്തുവയൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ KP ജോസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജോൾസിന അഗസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം മാസാചരണമായി പ്രഖ്യാപിച്ച് വിപുലമായ പരിപാടികളോടെ KCBC മദ്യവിരുദ്ധ സമിതി പാലാ രൂപതയുടെ നേതൃത്വത്തിൽ ജൂൺ 25-ന് ഭരണങ്ങാനത്ത് നടത്തപ്പെട്ടു. ഭരണങ്ങാനം സെന്റ് മേരീസ് ഫൊറോന പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച മാസാചരണ പരിപാടികളുടെ ഉദ്ഘാടനം കേരള നിയമസഭാ മുൻ സ്പീക്കർ VM സുധീരൻ നിർവഹിച്ചു. രൂപത വികാരി ജനറൽ മോൺസിഞ്ഞർ സെബാസ്റ്റ്യൻ വേത്താനത്ത് അധ്യക്ഷത വഹിച്ചു. രൂപത ഡയറക്ടർ ഫാദർ ജേക്കബ് വെള്ളമരുതുങ്കൽ, ഫാദർ സക്കറിയ സാട്ടപ്പാട്ട്, ഫാദർ ജോൺ കണ്ണന്താനം, ആന്റണി മാത്യു, സാബു എബ്രഹാം, ജോസ് കവിയിൽ, അലക്സ് K. എമ്മാനുവൽ, ടിൻഡു അലക്സ്, ജെസി ജോസ് എന്നിവർ സന്നിഹിതരായിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തൊഴിൽ മേഖലകൾ എന്നിവിടങ്ങളിലൂടെ ലഹരി വിരുദ്ധ പ്രതിജ്ഞാ സന്ദേശം, കോർണർ യോഗങ്ങൾ, പൊതുയോഗങ്ങൾ എന്നിവ സംഘടിപ്പിക്കും. പാലക്കാട് രൂപതയുടെ ഔദ്യോഗിക സാമൂഹ്യ സേവന വിഭാഗമായ പീപ്പിൾ സർവീസ് സൊസൈറ്റി പാലക്കാട് ഇറ്റാലിയൻ എപ്പിസ്കോപ്പൽ കോൺഫറൻസിന്റെ സാമ്പത്തിക സഹായത്തോടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലൗതാതോസി എന്ന ചാക്രിക ലേഖനത്തെ ആസ്പദമാക്കി പാലക്കാട് രൂപതയിലെ എല്ലാ ഇടവകകളെയും
സ്ഥാപനങ്ങളെയും കേന്ദ്രീകരിച്ച് ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പ്രകൃതി സൗഹൃദ സൗന്ദര്യവൽക്കരണവും സൂക്ഷ്മ കാലാവസ്ഥാ മേഖല നിർമ്മാണവും എന്ന പദ്ധതിയുടെ സെമിനാറുകൾ ആലത്തൂർ ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിൽ വെച്ച് നടന്നു. ഇടവക വികാരി ഫാദർ ആൻഡ്രൂ അരിക്കാട്ട് സ്വാഗതം പറഞ്ഞു. PSSP എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഫാദർ ജസ്റ്റിൻ കോലംകണ്ണി അധ്യക്ഷത വഹിക്കുകയും സെമിനാർ നയിക്കുകയും ചെയ്തു. പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അഗ്രിമ സെൻട്രൽ നഴ്സറിയുടെ സഹകരണത്തോടെ കടുത്തുരുത്തി സെന്റ് മേരീസ് ഫൊറോന താഴത്തുപള്ളിയിൽ ഫലവൃക്ഷ തൈകൾ, പൂച്ചെടികൾ, ചെടിച്ചട്ടികൾ തുടങ്ങിയവയുടെ പ്രദർശന വിപണന മേള സംഘടിപ്പിച്ചു. സെന്റ് മേരീസ് ഫൊറോന വികാരി ഫാദർ മാത്യു ചന്ദ്രകുന്നേൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ക്രൈസ്തവ വിശ്വാസികൾ സെന്റ് തോമസ് ദിനമായി ആചരിക്കുന്ന ജൂലൈ 3-ന് കേരളത്തിലെ അഫിലിയേറ്റഡ് കോളേജുകളിൽ നടത്താനിരിക്കുന്ന വിവിധ കോഴ്സുകളുടെ റെഗുലർ സപ്ലിമെന്ററി പരീക്ഷകൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് കേരള യൂത്ത് ഫ്രണ്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. മതവിശ്വാസികളുടെ വിശേഷ ദിവസങ്ങളിൽ പരീക്ഷകൾ നടത്തുന്ന നടപടികളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി, UN വിമൻ, സ്പൈസസ് ബോർഡ് ഓഫ് ഇന്ത്യ, ദി ജെൻഡർ പാർക്ക്, സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് എന്നിവരുടെ സഹകരണത്തോടെ മെഗാ ഇവന്റ് സംഘടിപ്പിച്ചു. സ്ത്രീകളുടെ ആരോഗ്യം, സുരക്ഷ, ക്ഷേമം എന്നിവ മെച്ചപ്പെട്ട രീതിയിൽ തിരികെ കൊണ്ടുവരിക എന്ന പദ്ധതിയുടെ ഭാഗമായാണ് മെഗാ ഇവന്റ് സംഘടിപ്പിച്ചത്. പയ്യമ്പള്ളി പാരിഷ് ഹാളിൽ നടന്ന പരിപാടി വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജിനോജ് പാലത്തടത്തിൽ ഉദ്ഘാടനം ചെയ്തു. പള്ളിക്കര സെന്റ് മേരീസ് കത്തീഡ്രൽ യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി. ഇതിന്റെ ഭാഗമായി യൂത്ത് അസോസിയേഷൻ സ്റ്റുഡൻസ് മൂവ്മെന്റ് അംഗങ്ങൾ ചേർന്ന് മോറക്കാല കത്തീഡ്രൽ, ഹയർ സെക്കൻഡറി സ്കൂൾ, പള്ളിക്കര, പെരിങ്ങാല എന്നിവിടങ്ങളിൽ ഫ്ലാഷ് മോബ് നടത്തി. കുന്നത്തുനാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ S. ബിനു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കത്തീഡ്രൽ വികാരി EC വർഗീസ് കോരപ്പിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ നടത്തി. KCYM SMYM താമരശ്ശേരി രൂപതയുടെ ത്രിദിന പ്രകൃതി പഠന ക്യാമ്പ് ഫോളിയ 2.0 പൂഴിത്തോട് ICUP സ്കൂളിൽ തുടക്കമായി. മരുതോങ്കര മേഖലയുടെ ആതിഥേയത്വത്തിൽ നടത്തപ്പെട്ട ക്യാമ്പ് കോഴിക്കോട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ U. ആഷിഖ് അലി ഉദ്ഘാടനം ചെയ്തു. 3 ദിവസങ്ങളിലായി നടത്തുന്ന സഹവാസ ക്യാമ്പിൽ രൂപതയിലെ 11 മേഖലകളിൽ നിന്നുമുള്ള തെരഞ്ഞെടുക്കപ്പെട്ട യുവജന പ്രതിനിധികൾ പരിസ്ഥിതി സംരക്ഷണം, പാരിസ്ഥിതിക നിയമങ്ങൾ, പശ്ചിമഘട്ടത്തിന്റെ പ്രസക്തി എന്നീ വിഷയങ്ങൾ പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു. മണ്ണാർക്കാട് പെരുമ്പളാരി ഹോളി സ്പിരിറ്റ് ഫൊറോന ദേവാലയത്തിൽ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. പാലക്കാട് രൂപതാ ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ തിരി തെളിയിച്ച് തുടക്കം കുറിച്ചു. ഫൊറോന വികാരി ഫാദർ രാജു പുളിക്കത്താഴെ, അസിസ്റ്റന്റ് വികാരി ഫാദർ മെൽജോ ചിറമേൽ എന്നിവർ സഹകാർമ്മികരായി. കൈക്കാരന്മാരായ ജോൺ ജേക്കബ് ഇരട്ടേപ്പറമ്പിൽ, വിൽസൺ ആക്കട്ടിൽ, ജൂബിലി കമ്മിറ്റി കൺവീനർ ജോസ്, ജൂബിലി കമ്മിറ്റി അംഗങ്ങൾ, ഇടവക സംഘടനാ പ്രസിഡന്റുമാർ എന്നിവർ പങ്കെടുത്തു. തിരുഹൃദയ മാസാചരണത്തിന്റെ ഭാഗമായി ആലുവ സെന്റ് ഡൊമിനിക് ദേവാലയത്തിൽ കുടുംബ യൂണിറ്റുകളുടെ പ്രത്യേക പ്രാർത്ഥനാ യോഗം ചേർന്നു. ഫാദർ ജോസഫ് കരിമത്തി യോഗം ഉദ്ഘാടനം ചെയ്തു. സേക്രഡ് ഹാർട്ട്, ലൂയിസ് സെലിൻ, സെന്റ് കുര്യാക്കോസ് ചാവറ എന്നീ കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ലെസ്ലി ജോസഫ് പള്ളിത്തറ അധ്യക്ഷത വഹിച്ചു. കാർമൽ കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ സിസ്റ്റർ പ്രഭ ഗ്രേസ്, ഫാദർ ആന്റണി പള്ളിക്കാത്തായിൽ, ഇടവക കുടുംബ യൂണിറ്റ് വൈസ് ചെയർമാൻ ഡൊമിനിക് കാവുങ്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. KCYM കൊച്ചി രൂപതയുടെ ആഭിമുഖ്യത്തിൽ പ്രസ്ഥാനത്തിന്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ തോമസ് മൂറിന്റെ അനുസ്മരണ ദിനാഘോഷത്തിന്റെ ഭാഗമായി കാട്ടിപ്പറമ്പ് സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിൽ വെച്ച് വിശുദ്ധ കുർബാന, പുഷ്പാർച്ചന, അനുസ്മരണ യോഗം എന്നിവ നടത്തപ്പെട്ടു. KCYM പ്രവർത്തകർ വിശുദ്ധ തോമസ് മൂറിന്റെ ജീവിത മാതൃക ഉൾക്കൊണ്ട് സമൂഹത്തിൽ നടമാടുന്ന അനീതിക്കെതിരെ പോരാടണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് KCYM കൊച്ചി രൂപത മുൻ പ്രസിഡന്റ് ലിനു തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിന് രൂപത പ്രസിഡന്റ് യേശുദാസ് ബിപിൻ അധ്യക്ഷത വഹിച്ചു. രൂപത ഡയറക്ടർ ഫാദർ മെൽട്ടസ് കൊല്ലശ്ശേരി, ഫാദർ ഷെൽസൺ ജോസഫ്, KCYM ലാറ്റിൻ സംസ്ഥാന പ്രസിഡന്റ് കാസി പൂപ്പന, രൂപത വൈസ് പ്രസിഡന്റ് ഡാനി ആന്റണി എന്നിവർ സംസാരിച്ചു. അടൂർ കടമ്പനാട് മെത്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ പറക്കോട് ഗ്രൂപ്പിൽ നടത്തിയ ശ്രീ സാം പാണുവേലിൽ മെമ്മോറിയൽ സംഗീത മത്സരം റവറന്റ് ഫാദർ ജസ്റ്റിൻ എബ്രാഹാം
ഉദ്ഘാടനം ചെയ്തു. റവറന്റ് ഫാദർ ജെറിൻ ജോൺ അധ്യക്ഷത വഹിച്ചു. റവറന്റ് ഫാദർ അജിൻ ജേക്കബ്, ഷാജി PT, ജോയ് ജോർജ്, ലീന സണ്ണി എന്നിവർ പ്രസംഗിച്ചു. മത്സരത്തിൽ പറക്കോട് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് വലിയ പള്ളി ശുശ്രൂഷക സംഘം 1ാം സ്ഥാനവും മാറപ്രേം ഓർത്തഡോക്സ് പള്ളി ശുശ്രൂഷക സംഘം 2ാം സ്ഥാനവും കരസ്ഥമാക്കി. അതിരമ്പുഴ സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷങ്ങൾ ഇന്ന് രാവിലെ 10:30 സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ റവറന്റ് ഡോക്ടർ ജോസഫ് മുണ്ടകത്തിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോർപ്പറേറ്റ് മാനേജർ ഫാദർ മനോജ് കറുകയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആവിഷ്കരിച്ചിട്ടുള്ള ജീവകാരുണ്യ പദ്ധതികളുടെ ഉദ്ഘാടനം കെ ഫ്രാൻസിസ് ജോർജ് MP നിർവഹിച്ചു. സിറോ മലബാർ, മലങ്കര, യാക്കോബായ സഭകളിലെ വിശ്വാസികൾക്ക് പ്രധാന ആരാധനാ ദിവസമായ ജൂലൈ 3 MG യൂണിവേഴ്സിറ്റി നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷ മാറ്റിവെക്കണമെന്ന് കേരള കാത്തലിക് അൺഎയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അസോസിയേഷൻ യൂണിവേഴ്സിറ്റി അധികൃതരോട് ആവശ്യപ്പെട്ടു. ക്രൈസ്തവരുടെ സുപ്രധാന ദിവസമായ ദുക്രാന തിരുനാളിന് പരീക്ഷകൾ നടത്തുവാൻ തീരുമാനിച്ച നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായാണ് കേരള കാത്തലിക് അൺഎയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അസോസിയേഷൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഏറ്റുമാനൂരിലെ രത്നഗിരി പള്ളിയുടെ കുരിശുമല സെന്റ് എഫ്രേം കുരിശുപള്ളിയിൽ വിശുദ്ധ യൂദാസ്ലീഹായുടെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചു. വിശുദ്ധ കുർബാനയ്ക്കും തിരുസ്വരൂപ വെഞ്ചരിപ്പിനും ശംഷാബാദ് രൂപത സഹായമെത്രാൻ മാർ തോമസ് പാടിയത്ത് നേതൃത്വം നൽകി. വികാരി ഫാദർ മൈക്കിൾ നരിക്കാട്ട്, സിറോ മലബാർ സഭയുടെ പ്രോ ലൈഫ് അപ്പസ്തോലേറ്റ് സെക്രട്ടറി സാബു ജോസ്, ഇടവകാംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് നേർച്ച സമർപ്പണവും നടത്തി. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.